വടക്കേലൊരു കല്യാണം പറയുന്നുണ്ട്. അവന്റെ മോൻ ഇവിടെ കയറുന്നെന്ന് പറഞ്ഞോണ്ട് ഇല്ല. മണ്ണിനൊരു പുറത്തില് ഞാൻ കുറച്ച് നാളായി വന്നു. ഞാൻ വന്നില്ലേ കളിയൊക്കെ ഒഴിക്കല്ലേ കളിയൊക്കെ ഒഴിക്കല്ലേ നാളെ വൈകിട്ട് അമ്മയൊന്ന് ആഗ്രഹിക്കാൻ രണ്ടുപേരെയും കൂടെ ഉദ്ദേശിച്ച അപ്പൊ വല്യമ്മ ഇല്ലെന്നല്ലേ വരത്തില്ലേ ഞാനല്ലേ നിങ്ങൾ രണ്ടുപേരെയും ആധാർ ഇവിടെ ശരിയാക്കി. അതൊന്നും നമുക്കറിയത്തില്ലായിരുന്നു ഇവിടെ ആധാറൊക്കെ അവരുടെ ശരിയാക്കിയെന്നുള്ളത്. നമ്മളോട് അവിടെ ചോദിക്കാതെ ചെയ്ത് അതൊക്കെ നമ്മളോട് ചോദിക്കാതെ ചെയ്യേണ്ട കാര്യം. പിന്നെ ഏതായിട്ട് ശരിയാക്കൊന്നുമല്ല എവിടെല്ലാം പോയി ശരിയായി അത് കാരണം മേടിച്ചിട്ടുണ്ട് കാർഡും കൊണ്ട് ഇങ്ങനെ ഞാൻ അവനെ പറഞ്ഞു മുരളി ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ഞാനിവിടെ തന്നെയാണ്. പിന്നെ എറണാകുളത്ത് ഹൈക്കോടതി പോകും. അവധി ഇനി വരും ഞാൻ. ഞാനാ മൂത്ത്. 2-3 ദിവസത്തെ അമ്മ നിൽക്കാലോ. അഥവാ പോയത് 3-ാം ദിവസം കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ ചൂടാക്കിയ പോരെ. അതൊക്കെ ചെയ്യാം. അങ്ങനെയായിരുന്നു പോകുന്നത്. കറിയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴൊക്കെ അപ്പുറത്ത് കൊണ്ടുപോയി കിളക്കി ചപ്പ് വരികയൊക്കെ ആയിരുന്നു. കൊണ്ട് തന്നെ ഹലോ ഞാൻ ഓലവട്ടിരിക്കുക. നിങ്ങൾക്ക് അവധിയില്ലേ? ഇന്നാണോ വൈകിട്ട് ബാങ്കിൽ നാളെ അവധിയില്ലേ? പിന്നെന്താ പറയുന്നത്? പോയോ ശരി ഞാൻ വിളിക്കാം. ഇരിക്കുന്നില്ലേ? ഇവരൊന്ന് ഇന്നലെ പറഞ്ഞല്ലോ കൂടുതൽ അറിയാവുന്ന എന്നെ അവരെ അറിയത്തില്ല. രണ്ടുപേരും ഒന്നാമത്തെ 85 ഞാൻ 55 വയസ്സ് കഴിഞ്ഞാൽ വരേണ്ടതായിരുന്നു. ഇവരെ ഇവിടെ കുറെ ആൾക്കാരുണ്ട്. നമ്മള് ബന്ധം ഒഴിഞ്ഞതാ. ഇവിടെ കുറച്ച് ഇവിടെ കൂടെ ഒരു വഴിയുണ്ടല്ലോ അവന് ഇവിടെ ഇങ്ങോട്ട് കയറ്റി വഴി പറ്റണം.
പല പല ഇതാ ഭയങ്കര വൃത്തിയാകും. ഇവിടെ 5 CCTV ക്യാമറ അടിച്ചു പൊട്ടിച്ചിട്ട് അവരുടെ മോനെ രാത്രി ഇങ്ങനെ ഇങ്ങോട്ട് വിടുക. രാത്രി ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്നതാണെന്നുള്ളതാണ് ഡ്രാമയൊക്കെ. അങ്ങനെ ചുമ്മാതുള്ള കള്ളത്തരങ്ങളൊക്കെ ഉണ്ടാക്കുക. നിന്റെ തൊണ്ടയ്ക്കാവട്ടെ ഈ ഉടനെ കണ്ടോ എന്റെ കൂട്ടുകാർ കണ്ടോ നിങ്ങൾ? ഇവനിങ്ങനെ നടക്കുക. ഇവനിങ്ങനെ ഇപ്പൊ അവൻ പറഞ്ഞിട്ട് പോയത് കണ്ടോ? അങ്ങനെ ഇവനിങ്ങനെ ഇരിക്കുക. ഇവന് ഭയങ്കര ക്രിമിനടിയാ. ബന്ധുക്കളുണ്ടോ അവൻ? ബന്ധുക്കളൊക്കെ ബന്ധുക്കളൊന്നും തോന്നിയാ അതൊക്കെയാ മറ്റേ ഇവന്റെ ഈ ഇതെല്ലാം എന്റെ റിപ്പോർട്ടുണ്ട്. ചുമ്മാ ഒന്നും പറഞ്ഞിട്ടില്ല. സോണിയാസൊക്കെ കാണിച്ചതിന്റെ സോണിയാസൊക്കെ കാണിച്ചു കുറെ ഉണ്ട്. എന്നാൽ എന്റെ മോനെ ഇങ്ങനെ ഇങ്ങോട്ട് കയറ്റി വിടുക. എന്നിട്ട് പറയാം അവൻ ഇവിടെ വരുന്നതാണെന്ന് പറഞ്ഞ് കഥയുണ്ടാക്കാം. അവൻ ഇവിടുത്തെ ആരാണ്ടാവുന്നത് എന്ന് വെച്ചാൽ വസ്തു മറിയൊക്കെ എന്തുവാ മോട്ടിക്കാമെന്ന് വിചാരിച്ചു. വസ്തു മറിയൊക്കെ അവൻ ഇവിടുത്തെ ആരാണ്ടാന്നൊക്കെ കഥയുണ്ടാക്കി അവനെ വസ്തു മറിയൊക്കെ എടുക്കാവുന്നു. അതൊക്കെയാ കഥകൾ അവന്റെ. അതിന് ആ കഥകളൊക്കെ അപ്പൊ ഞാനും ചെയ്തും രാത്രി പാതിരാത്രിക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളത് അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ. അപ്പൊ അതിന്റെ കഥ അതുകൊണ്ട് കുറെ ഗൂണ്ടകൾ വന്ന് എന്റെ 5 CCTV ക്യാമറ അടിച്ച് പൊട്ടിക്കേറ്റ. എന്നിട്ട് ഇവൻ സന്ധ്യ ആകുമ്പോ 7 മണിയാകുമ്പോ അങ്ങ് തുടങ്ങി ചീത്ത വിളിക്കാൻ. ഇതുപോലിപ്പം കണ്ടില്ലയോ? ഇവന് തൂക്കലുണ്ടായിരുന്നു. ഇവന്റെ വയ്യ പോയപ്പോഴായോ ഇവനിങ്ങനെ ചീത്തവിളി 7 മണിയാകുമ്പോഴേ തുടങ്ങും. എന്നിട്ട് വസ്തു എഴുതി വെച്ചിരിക്കുന്ന കാണണം, വസ്തു എഴുതി വെച്ചിരിക്കുന്ന കാണണം എന്ന് പറഞ്ഞുകൊണ്ടാ ചീത്ത വിളിക്കുന്നു. വസ്തു ഇവനെ കാണിച്ചാണോ നമ്മൾ വസ്തു? നമ്മൾ വസ്തുവും എഴുതിയിട്ടില്ലൊന്നുമില്ല. നമ്മുടെ പ്രമാണം എവിടെയായിരുന്നു? അല്ല നമ്മുടെ പ്രമാണം എവിടാന്നറിയോ? അന്നേരം നമ്മുടെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മാവേലിക്കര ഞാൻ വക്കീല അവിടെ വെച്ചിരിക്കുക. പ്രമാണം വിചാരിച്ച എന്റെ പ്രമാണം ഇങ്ങനത്തെ കണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് അവന്മാര് കുറെ ആദ്യം കുറെ പോലീസിനെ എല്ലാം കൊണ്ട് വന്നത് എനിക്ക് കുറെ വട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് മനസ്സിലായി. അവർക്ക് കണ്ടാൽ മനസ്സിലാവില്ലയോ? അവര് ചോദിക്കും. അവര് വരുമ്പോൾ നമ്മൾ കുളിച്ചെല്ലായിരിക്കും. അവര് ചോറെടുത്തോണ്ട് വരാം, പറയും കറി എടുത്തോണ്ട് വരാം, പറയും നമ്മുടെ വീട്ടിനകത്തിരിക്കുക. എപ്പോൾ വന്നാലും അവര് വന്നിട്ട് അവരവരവരുടെ പാട്ടിന് പോകും. പക്ഷെ ഇതിന്റെ മോനിക്ക് അന്നേരം ഉണ്ട്. അതിന്റെ മോനോട് പറഞ്ഞു നീ പോടാ, നീ എന്തുവാ ഇവിടെ നിൽക്കുന്നേ? നീ ഇവിടെ വന്ന് വയ്യാതിന്റെ പേര് നീ ഇവിടെ വന്ന് നിൽക്കേണ്ട കാര്യമുള്ളൂ. വയ്യാന്ന് പറഞ്ഞ് എല്ലാവരും വയ്യ ഇറങ്ങി നിൽക്കുവാണ്. ആണോ? ഇവൻ പിന്നെ ഇവിടെ വന്നു നിൽപ്പായിരുന്നു എന്റെ ജോലി, കളിയാന്റെ ജോലി. ഇവരിവിടെ വന്നത് ഇവര് ഒരു 10 വയസ്സുള്ള ഒരു കൊച്ചുമോളുണ്ട്. അവളെ സ്കൂളിലൊന്നും കിടത്തില്ല. അതിനെതിരെ ഒന്നും കൊടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. സ്കൂളിലൊന്നും കൊടുത്താൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. ഒരു പെണ്ണിനെ ഇങ്ങനെ 10 വയസ്സുണ്ട് ഇപ്പൊ അവളെ സാറ്. ഇവൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക, ഡ്രാമ ഉണ്ടാക്കുക ജോലി. ഇവിടെ ഉള്ളവർക്കെല്ലാം അതാ ജോലി. കുറെ ഡ്രാമ ഇങ്ങനെ കയറി വന്ന് ഇവിടെ ആരാണ്ട് വന്നു. ആര് വന്നു? അപ്പൊ നിങ്ങൾക്കറിയാലോ നിങ്ങളാ വന്നേന്നുള്ളത്. പല്യത്തെ കൃഷ്ണന്റെ മാത്രമല്ല. ഇവന്റെ അച്ഛൻ സാറേ പണിക്കർ അങ്ങനെ ആരെയും എനിക്ക് പറ്റിയില്ല. കൃഷ്ണന്റെ മക്കൾ മാത്രമൊന്നുമല്ല. ഞാൻ സാറേ പണിക്കരുടെ മോളാ. അയാളെക്കുറിച്ച് അറിയാവോ? അയാളെ മോൾക്ക് കണ്ട പരത്തെ ഒന്നും ചെയ്തില്ല. വെക്കേണ്ട കാര്യമില്ല. പല്യത്തെ കൃഷ്ണനെക്കാട്ടി വലിയവനാ എന്റെ ഉണ്ടായിരിക്കാം. അവനെ കണ്ടില്ലയോ? ഗുണ്ടകൾ വന്ന